അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. കിതാബ് തൗഹീദ് എന്ന ദർസിന്റെ 7ാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ ഓരോരുത്തരും സമ്മേളിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഇരുത്തം നമ്മുടെ സൽക്കർമ്മത്തിന്റെ രേഖയിൽ ഉൾപ്പെടുത്തി അതിന്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് കനിയുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചത് സൂറത്തുൻ നഹ്ലിലെ 36ാമത്തെ ആയത്താണ്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. എല്ലാ ഉമ്മത്തിലേക്കും നമ്മൾ റസൂലുമാരെ അയച്ചിട്ടുണ്ട്. അവരോട് പറഞ്ഞത് അൻ ഇഅ്ബുദുല്ലാഹ്, നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് ആരാധിക്കാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്നിട്ടോ അത് മാത്രം പോരാ, വജ്തനിബു അത്താഗൂത്ത്, താഗൂത്തുകളെ വെടിയുകയും പോകണം. അപ്പൊ അള്ളാഹുവിനെ ആരാധിക്കണം, അതോടൊപ്പം തന്നെ അവർ പാലിക്കേണ്ട പ്രവാചകന്മാർ പുലർത്തിപ്പോന്ന ഒന്നാണ് താഗൂത്തുകളെ നിങ്ങൾ വെടിയണം എന്ന കൽപ്പന. അപ്പൊ അവിടെ വജ്തനിബു അത്താഗൂത്ത് എന്നാണ്. ഇജ്തനബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗത്താകാന്നാണ്. നമ്മൾ ഒരു ഭാഗത്തും അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ മറുഭാഗത്തുമാണ് എന്ത് ചെയ്യേണ്ടത്? നിൽക്കേണ്ടത് എന്നാണ്. അതുകൊണ്ട് സമൂഹത്തിലേക്ക് വന്ന എല്ലാ പ്രവാചകന്മാരുടെയും സന്ദേശം ഈ പറഞ്ഞതായിരുന്നു. ഒന്ന്, അനി അബുദുല്ലാ, നിങ്ങൾ അള്ളാഹിനെ ആരാധിക്കണം. അവിടെ നിർത്തിയില്ല, മറിച്ച് വജ്തനിബു അത്താഗൂത്ത്, താഗൂത്തുകളെ നിങ്ങൾ വെടിയുകയും വേണം. ആരാധിക്കപ്പെടുന്ന അള്ളാഹു അല്ലാത്ത ആരാധിക്കപ്പെടുന്ന എന്തൊക്കെയുണ്ടോ അതിൽ നിന്നെല്ലാം പൂർണ്ണമായും നമ്മൾ വിട്ടു നിൽക്കണം. ഈ അടുത്ത് നബിദിന പരിപാടികളിൽ ഒരുപാട് പരിപാടികൾ നടക്കുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ കാസർഗോഡിൽ നടന്ന ഒന്നാണ്, എല്ലാ ആളുകളും ഒരു അമ്പലത്തിന്റെ മുമ്പിൽ നിൽക്കുകയും എന്നിട്ട് അതിന് സല്യൂട്ട് അടിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം. ഏറ്റവും കൂടുതൽ, അതായത് 20 മണിക്കൂറിൽ ഏകദേശം എത്രയോ ആളുകളാണ്, മില്യൺ കണക്കിന് ആളുകളാണ് ആ വീഡിയോ കണ്ടത് എന്നാണ്. അതിന്റെ കമന്റുകൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ഈ വിഷയത്തിൽ മുസ്ലിം ഉമ്മത്തിന് അപജയം സംഭവിച്ചിട്ടുണ്ട് എന്ന്. എല്ലാ ആളുകളും അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെയാണ് ആകേണ്ടത്, ഇതാണ് യഥാർത്ഥ കേരളം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയത്തിന്റെ മേലാണ് അവർ കത്തിവെച്ചിട്ടുള്ളത് എന്നാണ്. ഒരിക്കലും ഒരു മുസ്ലിമിന് സങ്കല്പിക്കുക പോയിട്ട് അങ്ങനെ ചെയ്യാൻ പോലും സാധിക്കുകയില്ല എന്നാണ്. ഫിത്രത്തിലുള്ള അടിസ്ഥാനമായി വിശ്വാസമുള്ള ഒരു മുസ്ലിമിന് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ സാധിക്കൂല. കാരണം അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരാൾ എങ്ങനെയാണ് അള്ളാഹു അല്ലാത്ത ആരാധിക്കപ്പെടുന്ന ഒന്നിനെ അതിന്റെ മുമ്പിൽ അതിനെ ആദരിക്കുകയും അതിനെ ബഹുമാനിക്കുകയും ചെയ്യാൻ സാധിക്കുക? അത് അവരുടെ ആദർശം തെറ്റാണ് എന്നും ആ ആദർശത്തിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം എന്നും ആ ആദർശത്തിൽ ഒരുപാട് പിഴവുണ്ട്, അബദ്ധജടിലമാണ് എന്ന് അംഗീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അതിൻ്റെ മുമ്പിൽ ആ രൂപത്തിൽ പോയി പ്രതിഷ്ഠിക്കാൻ സാധിക്കുക എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് മുസ്ലിം ഉമ്മത്തിന്റെ പോക്ക്. നമ്മൾ സമൂഹത്തെ വീക്ഷിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് ഒരു ഭാഗത്ത് പറയുകയും മറുഭാഗത്ത് ഈ പറയുന്ന എല്ലാ കോപ്രായങ്ങളിലൂടെയുമാണ് സമൂഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമുക്ക് തൗഹീദ് ലഭിച്ചു, അള്ളാഹുവിനെ മാത്രമേ നമ്മൾ ആരാധിക്കുന്നുള്ളൂ എന്നത് എത്രയോ വലിയ അനുഗ്രഹമായിട്ടാണ് നമ്മൾ കാണേണ്ടത് എന്ന് ചില ആളുകൾ പറയാറുണ്ടായിരുന്നത്രേ. അതായത് ശരീരത്തിനോ അതല്ലെങ്കിൽ സമ്പത്തിനോ അതല്ലെങ്കിൽ കുടുംബത്തിനോ എന്തൊക്കെ പ്രയാസങ്ങൾ അവർക്ക് ബാധിച്ചു കഴിഞ്ഞാലും അവർ പറയുക, തൗഹീദ് ഉണ്ടല്ലോ, അതാണ് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം എന്നാണ്. അതുകൊണ്ട് തന്നെ ഏത് അനുഗ്രഹവും, നമ്മിൽ നിന്ന് ഏത് അനുഗ്രഹങ്ങളും നീങ്ങിപ്പോയാൽ തൗഹീദ് നീങ്ങിപ്പോകുമോ എന്നതിനെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. ഏത് നീങ്ങിപ്പോയാലും നമുക്ക് നഷ്ടമാവുക ദുനിയാവ് മാത്രം. എന്നാൽ തൗഹീദ് നീങ്ങിപ്പോയാൽ നമ്മൾ തിരിച്ചറിയേണ്ടത് ദുനിയാവും നഷ്ടപ്പെടും, ആഖിറവും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ തൗഹീദ് ഉറപ്പിക്കുകയും
അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബാംഗങ്ങളുടെയും മറ്റു ആളുകളുടെയും എല്ലാം തൗഹീദ് ഉറപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയായിട്ടാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ടാണ് നിത്യവും നമ്മൾ തൗഹീദ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അടുത്ത ആയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂറത്തുൽ ഇസ്രായിലെ 23-ാമത്തെ ആയത്താണ്. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. വഖളാ റബ്ബുക, നിന്റെ റബ്ബ് കൽപ്പിച്ചിട്ടുണ്ട്, നിന്റെ റബ്ബ് വസിയ്യത്തായി പറഞ്ഞിട്ടുണ്ട്, അല്ലാ തഅബുദു, നിങ്ങൾ ആരാധിക്കരുത്, ഇല്ലാ ഇയ്യാഹു, അല്ലാഹുവിനെ അല്ലാതെ മറ്റു ആരെയും നിങ്ങൾ ആരാധിക്കരുത് എന്ന് നിങ്ങളുടെ റബ്ബ് കൽപ്പിക്കുകയും വസിയ്യത്തായി പറയുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് ആയത്തിന്റെ അർത്ഥം. ഖളാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽപ്പിക്കുക, വസിയ്യത്ത് ചെയ്യുക എന്നാണ്. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പനയാണെന്ത്? നിങ്ങൾ അള്ളാഹിനെ മാത്രം ആരാധിക്കണം, അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് വിട്ടു നിൽക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ആയത്തിനെ കുറിച്ച് നമ്മൾ പഠന വിധേയമാക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമതായി ഈമാൻ കാര്യത്തിൽ ഏറ്റവും അവസാനത്തെ ഈമാൻ കാര്യം ഏതാ? 6-ാമത്തെ ഈമാനിന്റെ റുക്കൻ ഏതാണ്? ഖൈറും ഷർറും അള്ളാഹുവിന്റെ അടുക്കൽ നിന്നാണെന്നുള്ളതാണ്. ഈമാനിന്റെ റുക്കനുകളിൽ ഏറ്റവും അവസാനത്തത് 6-ാമത്തേത് ഖദറിലുള്ള വിശ്വാസമാണ്. ഖദറിലുള്ള വിശ്വാസം, അൽ ഖദാഉ വൽ ഖദർ. എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് ഖലാ ഖദറിൽ വിശ്വസിക്കണം. എന്താണ് ഈ ഖലാഉം ഖദറും തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഖലാ ഖദറിൽ വിശ്വസിക്കണം. അങ്ങനെയാണെങ്കിൽ എന്താണ് ഖലാ, എന്താണ് ഖദർ? ഖലാ ഖദറിൽ വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ ആ രണ്ട് കാര്യത്തിലും വിശ്വസിക്കണമല്ലോ. എന്താ ഈ ഖലാ, എന്താണ് ഈ ഖദർ? അതിൽ വിശ്വസിച്ചു കഴിഞ്ഞാലേ നമ്മുടെ ഖലാ ഖദറുള്ള വിശ്വാസം പൂർത്തിയാവുള്ളൂ. അപ്പൊ ഖലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 3 കാര്യങ്ങളാണ്. ഖലാ എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ. ഒന്നാമത്തേത് അൽ ഇൽം, അള്ളാഹുവിന് എന്തറിയാം? എല്ലാത്തിനെ കുറിച്ച് അറിയാമെന്നാണ്. കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതും ഇനി വരാനിരിക്കുന്നത് എങ്ങനെയായിരിക്കും വരിക, ഏത് രൂപത്തിലായിരിക്കും വരിക എന്നിങ്ങനെ എല്ലാ വിശദാംശങ്ങളും അള്ളാഹുവിന് അറിയാം. അപ്പൊ ഖലാഇന്റെ ഒന്നാമത്തെ ഭാഗം എന്നുള്ളത് അള്ളാഹുവിന്റെ ഇൽമ് എല്ലാത്തിനെയും ചുഴന്നു നിൽക്കുന്നുണ്ട് എന്നാണ്. എല്ലാത്തിനെയും അള്ളാഹുവിന് അറിയാത്തതായി ഒന്നും തന്നെ ഇല്ല എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. അള്ളാഹുവിന് അറിയാത്തതായി ഒന്നുമില്ല, എല്ലാത്തിനും അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായ അറിവുണ്ട്. അതുകൊണ്ട് ഖലാ ഖദറിൽ വിശ്വസിക്കുന്ന സമയത്ത് അതിൽ ഖലായിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തേത് അള്ളാഹുവിന്റെ ഇൽമിൽ നമുക്ക് വിശ്വാസം ഉണ്ടാകണം. രണ്ടാമത്തേത് അള്ളാഹുവിന്റെ കിതാബത്ത്, എല്ലാം അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ്. അള്ളാഹു പേനയെ സൃഷ്ടിക്കുകയും പേനയോട് അള്ളാഹു പറഞ്ഞു എന്നാണ്, ഉക്തുബ്, നീ എന്ത് ചെയ്യണം? എഴുതണം. അതായത് സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാം ലൗഹുൽ മഹ്ഫൂദിൽ ഭദ്രമായി എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. എല്ലാ ആളുകളുടെയും ഖദർ. രണ്ടാമത്തേത് അള്ളാഹു എല്ലാം കൃത്യമായി എഴുതിയിട്ടുണ്ട്. മൂന്നാമത്തേത് അള്ളാഹുവിന്റെ ഉദ്ദേശം, അള്ളാഹുവിന്റെ ഉദ്ദേശം. ഈ 3 ഉൾക്കൊള്ളുന്നതാണ് ഖലായിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്ന് അള്ളാഹുവിന്റെ ഇൽമ്, 2 കിതാബത്ത്, എല്ലാം എഴുതപ്പെട്ടിട്ടുണ്ട്. മൂന്നാമത്തേത് മശീഅത്ത്, അള്ളാഹുവിന്റെ ഉദ്ദേശം. അതായത് അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരം മാത്രമാണ് എന്ത് ചെയ്യാ, ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടോ അതൊക്കെ ആരുടെ ഉദ്ദേശപ്രകാരമാണ്? അള്ളാഹിന്റെ ഉദ്ദേശപ്രകാരമാണ് എല്ലാം. ഒന്നും എന്തില്ല, അള്ളാഹു ഉദ്ദേശിക്കപ്പെടാത്തതായി ഒന്നും തന്നെ എന്ത് ചെയ്യൂല, ഈ ലോകത്ത് നടക്കുകയില്ല എന്നാണ്. ഒന്നും നടക്കുകയില്ല. നമുക്കറിയാം, തൊട്ട് ദിവസം മുമ്പ് ഗ്രഹണം ബാധിച്ചു. അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? ആ ഗ്രഹണം ബാധിക്കുന്നത്. ഒരാൾക്കും ആ ഗ്രഹണത്തെ എന്ത് ചെയ്യാൻ പറ്റൂല, തടുക്കാൻ പറ്റൂല. ഇനി അതല്ല, ആർക്കെങ്കിലും ഗ്രഹണം ഉണ്ടാക്കാൻ പറ്റോ? അതുമില്ല. ഒക്കെ അള്ളാഹുവിന്റെ മഹത്തായ ഉദ്ദേശത്തിന്റെ അനുസരിച്ച് മാത്രമായിരിക്കും ഭൂമിയിൽ എന്ത് ചെയ്യുക, എന്ത് കാര്യവും നടക്കാൻ. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഖലായിലുള്ള വിശ്വാസം. ഖദറിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 3 കാര്യങ്ങളെ നടപ്പിലാക്കലാണ്. ആ 3 കാര്യങ്ങൾ ഇൽമ്, കിതാബത്ത്, അള്ളാന്റെ ഉദ്ദേശം. നാലാമത്തത് എന്താണ്? ആ കാര്യം നടപ്പിലാകും, ഭൂമിയിൽ നടപ്പിലാകും. അതിനെയാണ് ഖദർ എന്ന് പറയുക. അതിനെയാണ് ഖദർ എന്ന് പറയുക. അൽ ഖദാഉ വൽ ഖദർ, ഖലാ ഖദറിലുള്ള വിശ്വാസം. അപ്പൊ ഈ 4 കാര്യങ്ങളിൽ വിശ്വസിക്കലാണ് ഖലാ ഖദറിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ പറഞ്ഞ 4 കാര്യങ്ങളിൽ വിശ്വസിക്കൽ. അപ്പൊ എന്താണ് ഖലാ ഖദറിലുള്ള വിശ്വാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് അള്ളാഹുവിന്റെ അറിവിൽ വിശ്വസിക്കണം,
അള്ളാഹു എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കണം, അള്ളാഹുവിന്റെ ഉദ്ദേശത്തിൽ വിശ്വസിക്കണം, അള്ളാഹു എന്ത് ചെയ്യും, ഇത് സൃഷ്ടിക്കും എന്നതിൽ വിശ്വസിക്കണം. ഈ 4 കാര്യത്തിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ ഖലാ ഖദറിലുള്ള വിശ്വാസം പൂർണ്ണമായി എന്ന്. അവന്റെ ഖലാ ഖദറിലുള്ള വിശ്വാസം പൂർണ്ണമായി, അതിൽ യാതൊരു കോട്ടവും സംഭവിക്കുകയില്ല. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വഖളാ റബ്ബുക്, നിന്റെ റബ്ബ് വിധിച്ചിട്ടുണ്ട്, നിന്റെ റബ്ബ് കൽപ്പിച്ചിട്ടുണ്ട്, അല്ലാ തഅബുദൂ, നിങ്ങൾ അവനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കാൻ പാടില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഖലാ ഖദറിലെ ഒരു വിഷയമുണ്ട്. അതായത് അള്ളാഹുവിന്റെ ഉദ്ദേശത്തെക്കുറിച്ചാണ്. നമ്മൾ മനസ്സിലാക്കിയ ഒരു അടിസ്ഥാനാണ്, അള്ളാഹുവിന്റെ ഉദ്ദേശത്തെ മറികടന്നുകൊണ്ട് ഒന്നും തന്നെ എന്ത് ചെയ്യൂല, ഇവിടെ നടക്കൂല എന്നുള്ളത്. അള്ളാഹുവിന്റെ ഉദ്ദേശത്തെ മറികടന്നുകൊണ്ട് ഒന്നും തന്നെ ഈ ഭൂമുഖത്ത് നടക്കുകയില്ല. അതിൽ ഒന്നാമത്തെ ഉദ്ദേശം, അള്ളാഹുവിന്റെ ഒന്നാമത്തെ ഉദ്ദേശം എന്നുള്ളത് അൽ ഇറാദത്തുൽ കൗനിയ, അൽ ഇറാദത്തുൽ കൗനിയ, പ്രാപഞ്ചികമായ അള്ളാഹുവിന്റെ ഉദ്ദേശം. പ്രാപഞ്ചികമായ അള്ളാഹുവിന്റെ ഉദ്ദേശം, പ്രാപഞ്ചികമായ അള്ളാഹുവിന്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ദീനുമായിട്ട് എന്തില്ല, അതിന് ബന്ധില്ല. ദീനുമായിട്ട് അതിന് ബന്ധില്ല. പ്രപഞ്ചത്തിൽ നടക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. സൂര്യൻ അസ്തമിക്കുന്നു, സൂര്യൻ ഉദിക്കുന്നു എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അതൊക്കെ അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. അതുമാത്രല്ല, അത് അള്ളാഹു ഇഷ്ടപ്പെടണമെന്നില്ല, അത് അള്ളാഹു ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കുഫ്ർ നടക്കുന്നുണ്ട്, ഷിർക്ക് നടക്കുന്നുണ്ട്, തിന്മകൾ നടക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. ഇതൊക്കെ ആരുടെ ഉദ്ദേശപ്രകാരമാണ്? അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരമാണ്. പക്ഷെ അത് ഏത് ഉദ്ദേശമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൽ ഇറാദത്തുൽ കൗനിയ, പ്രപഞ്ചത്തിൽ അള്ളാഹു ചില കാര്യങ്ങൾ വ്യവസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. ആ വ്യവസ്ഥപ്പെടുത്തലിനനുസരിച്ച് എന്ത് ചെയ്യും, ആ ഉദ്ദേശം നടക്കും. അപ്പൊ ഈ പറഞ്ഞതിന് അള്ളാഹു എന്ത് ചെയ്യുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. രണ്ടാമത്തേത് അൽ ഇറാദത്തു ശർഇയ്യ, ശർഇയ്യായ ഉദ്ദേശം. ആളുകൾ നിസ്കരിക്കണം, ഹിദായത്തിലേക്ക് എത്തിപ്പെടണം, നോമ്പനുഷ്ഠിക്കണം, ഹജ്ജ് ചെയ്യണം, ഇതൊക്കെ ശർഇയ്യായ ഉദ്ദേശം. ശർഇയ്യായ ഉദ്ദേശത്തെ അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യണമെന്നില്ല, അത് നടക്കണമെന്ന് നിർബന്ധമില്ല. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് എന്ത് ചെയ്യാം, എല്ലാ ആളുകളെയും മുസ്ലിം ആയിക്കൊണ്ട് അള്ളാഹുവിന് സൃഷ്ടിക്കാമായിരുന്നു. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, അള്ളാഹു അങ്ങനെ സൃഷ്ടിച്ചിട്ടില്ല. പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അങ്ങനെ സൃഷ്ടിക്കാത്തത്. അപ്പൊ ഇറാദത്തുൻ ശർഇയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു ദീനീപരമായി വെച്ച കാര്യങ്ങളെയാണെന്ത് ഇറാദത്തുൻ ശർഇയ്യ എന്ന് പറയുക. അത് നടക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷെ നടന്നു കഴിഞ്ഞാൽ അള്ളാഹു അതെന്ത് ചെയ്യുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഉദാഹരണത്തിന് കുഫർ ആരുടെ ഉദ്ദേശപ്രകാരമാണ് നടക്കുന്നത്? അള്ളാന്റെ ഉദ്ദേശപ്രകാരമാണ്, ഒരു സംശയമില്ല. ഷിർക്ക് ആരുടെ ഉദ്ദേശപ്രകാരമാണ്? അള്ളാന്റെ ഉദ്ദേശപ്രകാരമാണ് നടക്കുന്നത്. പക്ഷെ അത് ഏത് ഉദ്ദേശമാണ്? അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഉദ്ദേശമാണോ? അല്ല, അള്ളാഹു അതെന്ത് ചെയ്യുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. കൗനിയായ അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരമാണ് അത് നടക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പൊ കുഫർ അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരമാണ് നടക്കുന്നത് എന്ന് പറയുമ്പോൾ ചില ആളുകൾ ചോദിക്കും, അതെങ്ങനെ കുഫർ അള്ളാഹിന്റെ ഉദ്ദേശപ്രകാരം നടക്കുക? അങ്ങനെയാണെങ്കിൽ അള്ളാഹു അത് ഇഷ്ടപ്പെടുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു എന്ത് ചെയ്യുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. മറിച്ച് അള്ളാഹു എന്താ ചെയ്യുന്നത്, വെറുക്കുകയാണ് ചെയ്യുന്നത് എന്നാണ്. അള്ളാഹു വെറുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമുക്ക് കുഫർ എന്നത് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുമ്പോൾ എന്താണ്, ഒരു മോശമായ കാര്യമല്ലേ, ഷർറാണ്. പക്ഷെ അള്ളാഹുവിന് എന്തുണ്ട്, ഭൂമിയിൽ കുഫർ അള്ളാഹു വിധിക്കുന്നതിൽ അള്ളാഹുവിന് ചില ഹിക്മത്തുകളുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യണമെന്നില്ല, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല. നമുക്ക് കാണുമ്പോൾ അത് എന്ത് ചെയ്യും, ഷർറായി തോന്നും. പക്ഷെ അള്ളാഹുവിന് അതിന്റെ പിന്നിൽ ഒരുപാട് ഹിക്മത്തുകളുണ്ട് എന്നാണ്, ഒരുപാട് ഹിക്മത്തുകളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, സാധാരണ ഒരു ഉദാഹരണം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഒരു കുട്ടിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വേണ്ടി കൊണ്ടുപോകണം. ആ സമയത്ത് കുട്ടിയുടെ വയർ എന്ത് ചെയ്യണം, മുറിക്കണം, വയറ് മുറിക്കണം. അപ്പൊ ഈ വയറ് മുറിക്കുക എന്നുള്ളത് നന്മയാണോ തിന്മയാണോ? പുറമെ കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താ പച്ചങ്ങ അതിന്റെ വയറ് മുറിക്കുക, ചെറിയ കുട്ടിയല്ലേ എന്നാണ് നമ്മൾ പറയാ. അപ്പൊ അവിടെ പ്രത്യക്ഷത്തിൽ അതിലെന്തുണ്ട്, ഒരു മോശത്തരുണ്ട്. പക്ഷെ അതിന്റെ പിന്നിൽ എന്തുണ്ട്, വലിയൊരു ഹിക്മത്തുണ്ട്. ആ മുറിക്കുന്നതിന്റെ പിന്നിൽ എന്തുണ്ട്, വലിയ ഒരു ഹിക്മത്ത് ഉണ്ട് എന്നാണ്. ആ രൂപത്തിലാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ അള്ളാഹുവിന്റെ കൗനിയായ കാര്യത്തെ മനസ്സിലാക്കേണ്ടത് എന്നാണ്. അത് കുഫർ നടക്കുന്നതില്, ഷിർക്ക് നടക്കുന്നതില്, തിന്മ നടക്കുന്നതിൽ ഇതൊന്നും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരം നടക്കും.
അതിന്റെ പിന്നിൽ എന്തുണ്ട്? വലിയ ഹിക്മത്തുകൾ ഉണ്ട് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. വലിയ ഹിക്മത്തുകളുണ്ട്. അള്ളാഹു അതിന്റെ പിന്നിൽ ഖൈറ് മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ? കാണുന്നുള്ളൂ എന്നാണ്. അള്ളാഹു അതിന്റെ പിന്നിൽ ഖൈറല്ലാത്ത മറ്റൊന്നും തന്നെ അള്ളാഹു കാണുന്നില്ല എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഇപ്പൊ ഉദാഹരണത്തിന് മരുന്ന് കുടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ മരുന്നിന് എന്തുണ്ടാവും? നല്ല കയ്പുണ്ടാകും. ആ മരുന്നിന് നല്ല കയ്പുണ്ടാകും. അപ്പോൾ അവനത് എന്തിനു വേണ്ടിയിട്ടാണ് കുടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അതിന്റെ പിന്നിൽ എന്തുണ്ട്? ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്ത് ചെയ്യണം? പൂർത്തീകരിക്കപ്പെടണം. അതിനു വേണ്ടിയിട്ടാണ് ആ മരുന്ന് അവൻ കുടിക്കുന്നത് എന്ന്. അതുകൊണ്ട് ഭൂമിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് രൂപത്തിലുള്ള ഉദ്ദേശങ്ങളാണ് നടപ്പിലാകുക. ഒന്ന് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ഉദ്ദേശങ്ങൾ, മറ്റൊന്ന് ഇഷ്ടപ്പെടാത്ത രൂപത്തിലുള്ള ഉദ്ദേശങ്ങൾ. ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ നടക്കുന്ന ഉദ്ദേശങ്ങൾ. രണ്ട് ഉദ്ദേശങ്ങളും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം നടപ്പിലാകും. രണ്ടിലും എന്തുണ്ട്? വലിയ ഹിക്മത്തുകളുണ്ട്. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മനസ്സിലാക്കിയാൽ മതി. എന്ത് നടക്കുകയാണെങ്കിലും അതിന്റെ പിന്നിൽ എന്തുണ്ട്? ഹിക്മത്തുണ്ട്. അതിന്റെ പിന്നിൽ ഹിക്മത്തുണ്ട്. ചില നിരീശ്വരവാദികളൊക്കെ അള്ളാഹുവിനെതിരെ വലിയ ചോദ്യങ്ങളായി ഉന്നയിക്കാറുള്ളതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഫലസ്തീനിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ റബ്ബ് എവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വിഷയമാണ്. അവിടെ ഇവരെന്താ പറയുന്നത്? നിങ്ങളുടെ റബ്ബ് കാരുണ്യമാണല്ലേ, നിങ്ങളുടെ റബ്ബ് അങ്ങേറ്റത്തെ കരുണയുള്ള ആളാണ്, അങ്ങേറ്റത്തെ റഊഫാണ്. പക്ഷേ എവിടെയാണ് റബ്ബിന്റെ കാരുണ്യം, എവിടെയാണ് റബ്ബിന്റെ സ്നേഹം എന്നൊക്കെ ചോദിക്കാറുണ്ട്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു ഒരിക്കലും അങ്ങനെ പ്രയാസപ്പെടുത്തണം എന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല, അള്ളാഹു ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് അതിന്റെ പിന്നിൽ എന്തുണ്ട്? അങ്ങനെ പരീക്ഷിക്കപ്പെടുന്നതിൽ ചില ഹിക്മത്തുകൾ അള്ളാഹു കണ്ടിട്ടുണ്ട്. അള്ളാഹു അത് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ചില ഹിക്മത്തുകൾ എന്നോണമാണ് അള്ളാഹ് എന്ത് ചെയ്യുന്നത്? പരീക്ഷിക്കുന്നത്. ചില ഹിക്മത്ത് എന്നോണമാണ് അള്ളാഹ് പരീക്ഷിക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് നിരീശ്വരവാദികളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ചുരുങ്ങിയൊരു മറുപടിയാണ്, അള്ളാഹുവിന്റെ ഉദ്ദേശം രണ്ട് രൂപത്തിലാണ്. ഈ പറയുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹു ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ഒരു അടിമക്കുണ്ടാകണം എന്ന് അതിനെ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് അതിന്റെ പിന്നിൽ ചില ഹിക്മത്തുകളുണ്ട്. അത് നടപ്പിലാകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അള്ളാഹു ഇത്തരം ഉദ്ദേശങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന്. അതുകൊണ്ട് ഇതാണ് നമ്മൾ അള്ളാഹുവിന്റെ ഖലാ ഖദറിൽ മനസ്സിലാക്കേണ്ട, അള്ളാഹുവിന്റെ ഉദ്ദേശവുമായി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം. എന്നിട്ട് അള്ളാഹു പറയുന്നത് എന്താ? വഖളാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു. തൗഹീദിനെ കുറിച്ച് പറഞ്ഞു. ശേഷം പറയുന്നത് വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ മാതാപിതാക്കളോട് എന്ത് ചെയ്യണം? നന്മ ചെയ്യണം എന്നാണ്. മാതാപിതാക്കളോട് നിങ്ങൾ നന്മ ചെയ്യണം. അപ്പൊ വിശുദ്ധ ഖുർആനിൽ തൗഹീദ് പറഞ്ഞ പല സന്ദർഭത്തിലും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന മാതാപിതാക്കളോട് നന്മ ചെയ്യണം എന്ന് ചേർത്ത് പറഞ്ഞതായിട്ട് പല ആവർത്തി നമുക്ക് കാണാൻ പറ്റും. വബിൽ വാലിദൈനി ഇഹ്സാനൻ, മാതാപിതാക്കളോട് ഇഹ്സാനോടുകൂടി പെരുമാറണം. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത്, ഒരാൾ വന്നിട്ട് എനിക്ക് ആരോടാണ് ഏറ്റവും കൂടുതൽ കടമയുള്ളത്? എന്താണ് റസൂലിന്റെ മറുപടി? ഉമ്മുക ഉമ്മുക ഉമ്മുക. 3 പ്രാവശ്യം ഉമ്മയാണ് പറഞ്ഞത്. 4ാമത്തെ പ്രാവശ്യമാണ് ഉപ്പാൻ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. എന്താണ് 3 പ്രാവശ്യം ഉമ്മയെ പറയാനുള്ള കാരണം? ഉമ്മ എന്ത് ത്യാഗമാണ് ഉപ്പ സഹിക്കാതെ ത്യാഗം സഹിച്ചിട്ടുള്ളത്? ഒന്നാമത്തേത് ഗർഭം ധരിക്കുന്നത് ആരാ? ഉമ്മയാണ് എന്ത് ചെയ്യുന്നത്? ഗർഭം ധരിക്കുന്നത്. അത് മാത്രല്ല, ആ ഗർഭം ധരിക്കുക എന്നുള്ളത് എന്താണ്? ഭയങ്കര പ്രയാസമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു 2 കിലോ കല്ലെന്ത് ചെയ്യാണ് നമ്മുടെ വയറ്റിൽ കെട്ടിയിട്ട് അത് എത്ര ദിവസം നമുക്കത് താങ്ങി നടക്കാൻ പറ്റും? അത് വല്ലാത്തൊരു പ്രയാസം തന്നെയാണ്. അവരെന്ത് ചെയ്യുന്നത്? ആ വിഷയത്തിൽ നമ്മുടെ ഉമ്മമാരൊക്കെ സഹിച്ചിട്ടുള്ളത് എന്ന്. ഒന്നതാണ് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല. 1ാമത്തെ പ്രസവം കഴിഞ്ഞ് ഒരു 3ാമത്തെ പ്രസവം പറയാണ്, ഇത്ര ദിവസം ഞാനല്ലേ എന്ത് ചെയ്തത്? താങ്ങി നടന്നത്, ഇനി നിങ്ങൾ താങ്ങി നടന്നോ എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. എന്നാൽ ഇപ്പോഴുള്ള ചില ലിബറൽ ചിന്താഗതികൾ അവർ പറയുന്ന എന്താ? സ്ത്രീകൾ മാത്രമല്ല പ്രസവിക്കുക, ആണുങ്ങൾ എന്ത് ചെയ്യും? പ്രസവിക്കും എന്നാണ് പറയാ. നിങ്ങൾ ഒന്ന് വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് സ്റ്റിക്കറുകൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ആണ് പ്രസവിക്കുന്ന ഒരു ഫോട്ടോ എന്ത് ചെയ്യും? വാട്സപ്പ് സ്റ്റിക്കറുകളിൽ ഉണ്ടാകും. അത്രത്തോളം ലിബറൽ സ്വാധീനം എന്ത് ചെയ്തിട്ടുണ്ട്? ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. വാട്സപ്പിൽ സ്റ്റിക്കർ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. വാട്സപ്പിൽ സ്റ്റിക്കർ ഉണ്ട്. ഒരു പുരുഷൻ എന്ത് ചെയ്യുന്നത്? ഗർഭം ധരിക്കുന്ന ഒരു സ്റ്റിക്കർ. അതൊരിക്കലും എന്ത് ചെയ്യൂല? ഒരിക്കലും നടക്കൂല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അതായത് വലിയ ബുദ്ധിജീവികളാണ് എന്ന് ചമയുന്ന ആളുകളുടെ അവസ്ഥയാണിത്. നേരെ തല എന്ത് ചെയ്യാണ്? തിരിഞ്ഞിക്കുകയാണ്. നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഉള്ളത്.
അപ്പൊ ഒന്നാമത്തേത് അവർ സഹിക്കുന്ന ത്യാഗം ഈ ഗർഭത്തിന്റെ ത്യാഗമാണ്. രണ്ടാമത്തേത് അവർ സഹിക്കുന്നത് ഈ പറഞ്ഞ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇത്രയും കാലം ഗർഭം ധരിച്ചു, എന്നിട്ട് അവസാനം എന്ത് ചെയ്യാണ്, പ്രസവിക്കാൻ. പ്രസവ വേദനയാണ് രണ്ടാമത്തെ പ്രയാസം. പ്രസവ വേദന എന്നുള്ളത് അങ്ങേയറ്റത്തെ വലിയ പ്രയാസാണ്. അത് നിങ്ങൾ ഡോക്ടർമാരോടൊക്കെ ചോദിച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലാകും. അതായത് പ്രസവിക്കാൻ വേണ്ടി സിസേറിയനൊക്കെ ആണെങ്കിൽ വയർ കീറി മുറിക്കലാണ് ചെയ്യുക. അപ്പൊ അവിടെ 7 ലെയറുകൾ ഉണ്ടാകുന്ന, ഒന്ന് മുറിച്ചാൽ പോരാ, അങ്ങനത്തെ 6 എന്ത് ചെയ്യണം, മുറിക്കണം എന്നാണ്. 6 മുറിച്ചിട്ട് ആ 6 എന്ത് ചെയ്യണം, മുറിച്ച് കഴിഞ്ഞാൽ അവസാനം എന്ത് ചെയ്യും, 6 സ്റ്റിച്ച് ചെയ്യണം എന്നാണ്. അതിൽ ഏറ്റവും അവസാനത്തത് വളരെ ഫ്ലൂയിഡ് പോലെയുള്ള ലെയർ ആയിരിക്കും. അത് തൊട്ട ചിലപ്പോൾ എന്ത് ചെയ്യും, ഫുള്ള് പോകുന്ന അവസ്ഥ ഉണ്ടാകും. ചിലപ്പോൾ എവിടുക്കുവാണെങ്കിൽ എന്ത് ചെയ്യും, കത്തി അവരുപയോഗിക്കുന്ന ആ ബ്ലേഡ് എന്ത് ചെയ്യും, ചിലപ്പോൾ തെറിച്ചു പോകാൻ സാധ്യത ഉണ്ടെന്നാണ്. അതുകൊണ്ട് അവസാനം വെക്കാൻ പോകുന്നത് വളരെ സൂക്ഷ്മമായിട്ട് എന്താ ചെയ്യുക, എല്ലാ ഡോക്ടർമാരും വളരെ പേടിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുക, അത് വെക്കുക എന്നാണ്. ആ ലെയറും കൂടി എന്ത് ചെയ്യണം, കഴിയണം. അത് കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുക, കുട്ടീനെ കിട്ടുക എന്നാണ്. 7 ലെയറുകൾ കീറി മുറിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് എന്ത് ചെയ്യുക, ഒരു മകൻ, ഒരു കുഞ്ഞ് പുറത്തു വരിക എന്നാണ്. അപ്പൊ അതിന്റെ ത്യാഗം നമുക്ക് മനസ്സിലാകും. അതൊക്കെ എന്ത് ചെയ്യും, പിന്നെയും കെട്ടിയിടപ്പെടുന്ന. ഇതാണ് രണ്ടാമത്തെ അവർ സഹിക്കുന്ന ത്യാഗം. അതുകൊണ്ടാണ് റസൂൽ ഉമ്മുക എന്ന് പറഞ്ഞതിൽ ആഴത്തിലുള്ള അർത്ഥം എന്തുണ്ട്, അതിന്റെ പിന്നിലുണ്ട് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. മൂന്നാമത്തേതായി റസൂൽ പറഞ്ഞു ഉമ്മുക. കാരണം അവരെ മുലയൂട്ടുന്നത് ആരാ, ഉമ്മയാണ്. അവരെ മുലയൂട്ടുന്നത് ഉമ്മയാണ്. അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടും മാതാപിതാക്കളിൽ ഉമ്മമാരാണ് ഏറ്റവും കൂടുതൽ ബാധ്യതകൾ, നമ്മുടെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ബാധ്യതകൾ നിർവഹിച്ചത് അവരാണ്. എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ മോശമായി പെരുമാറുന്നതും ആരോടായിരിക്കും, ഉപ്പാനേക്കാളും കൂടുതൽ ഉമ്മയോടായിരിക്കും. കാരണം സ്വാഭാവികമായിട്ടും ഉമ്മ എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഒരു സോഫ്റ്റ്നെസ് എന്തുണ്ടാകും, സ്ത്രീ എന്ന നിലക്ക് ഉമ്മാക്ക് ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സോഫ്റ്റ്നെസ് നമ്മൾ നല്ലോണം എന്ത് ചെയ്യും, മുതലാക്കുകയും ചെയ്യും. അവിടെയാണ് ഈ ആയത്തിൽ പറയുന്നത് വബിൽ വാലിദൈനി ഇഹ്സാനൻ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ. ഛേ എന്ന് പോലും ചെയ്യരുത്, പറയരുത് എന്നാണ്. ഛേ എന്ന വാക്ക് പോലും പറയരുത്. അത് ഏറ്റവും ചെറുതാണെന്ത്, ഛേ എന്ന വാക്ക് പറയാൻ പാടില്ല. വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. വലാ തൻഹർഹുമാ എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ പറയുന്നത് ലാ തൻഫുൽ യദക അലൈഹിമാ, കൈ ചൂണ്ടാൻ പാടില്ല എന്നാണ്. ഉമ്മാക്കെതിരെ കൈ ചൂണ്ടാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും ആദരവോട് കൂടിയിട്ടാണ് ഉമ്മയെ കാണേണ്ടത്. എന്നാൽ ഇന്നത്തെ സമൂഹം, നമ്മൾ സലഫുകളുടെ ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും. ഉമ്മയുടെ വിഷയത്തിൽ അവർ എത്രത്തോളം ആദരവോടുകൂടിയായിരുന്നു ഉമ്മയെയും ഉപ്പയെയും അവർ കണ്ടിരുന്നത് എന്ന് വായിച്ചു കഴിഞ്ഞാൽ അത്ഭുതം കൂറും. പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ ആളുകൾ വായിച്ചു കഴിഞ്ഞാൽ ഇത്രയും അധികം ശ്രദ്ധ ഈ വിഷയത്തിൽ അവർ പുലർത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന അത്രയും ശ്രദ്ധയായിരുന്നു. ഉദാഹരണത്തിന് ഉമ്മ ഒരു ഭക്ഷണത്തിലേക്ക് കണ്ണ് വായിപ്പിച്ച പിന്നെ ആ ഭക്ഷണം എന്ത് ചെയ്യൂല, മകൻ എടുക്കൂല എന്നാണ്. ഉമ്മ ഒരു ഭക്ഷണത്തിലേക്ക് നോക്കിയ പിന്നെ മകൻ എന്ത് ചെയ്യൂല, ആ ഭക്ഷണം എടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. എന്നോ ചിലപ്പോ അതേ എന്ത് ചെയ്യുള്ളൂ, ഓൻ എടുക്കുള്ളൂ എന്നാണ്. ആ ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. അത് മാത്രല്ല ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് ഒരു മിസ്കീനത്തായ സ്ത്രീ എന്ത് ചെയ്തു, വന്നു എന്നാണ്. എന്നിട്ട് ഒന്നുമില്ലാത്ത സ്ത്രീയാണ്. ആ സമയത്ത് എന്ത് ചെയ്തു, ഈത്തപ്പഴം കൊടുത്തു. 3 ഈത്തപ്പഴം കൊടുത്തു. 2 കുട്ടികൾക്ക് എന്ത് ചെയ്തു, ഒന്ന് ഒരു കുട്ടിക്കും മറ്റൊരു കുട്ടിക്കും കൊടുത്തു. മൂന്നാമത്തത് ഉമ്മ തിന്നാൻ നിൽക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, കുട്ടികൾ വീണ്ടും ചോദിക്കുന്നത്. അപ്പൊ ഉമ്മ എന്ത് ചെയ്തു, അത് മുറിച്ചിട്ട് 2 കുട്ടിക്ക് കൊടുത്തു എന്നാണ്. അപ്പൊ ഉമ്മയുടെ കാരുണ്യത്തിന്റെ ആഴമാണ് എന്ത് ചെയ്യുന്നത്, അത് ബോധ്യപ്പെടുത്തുന്നത്. അത്രയും കാരുണ്യമാണ് ഉമ്മാക്ക് ഉണ്ടാകേണ്ടത് എന്നാണ്. അത്രയും കാരുണ്യം ഉമ്മാക്ക് ഉണ്ടാകണം. അതായത് ഇപ്പോൾ ഉള്ള ഉമ്മമാർക്ക് എന്ത് ചെയ്യണം, ആ കാരുണ്യം ഉണ്ടാകണം എന്നാണ്. അതായത് നമുക്ക് ലഭിച്ച ഉമ്മമാർ അത് ആർക്ക് ലഭിക്കണം എന്നില്ല, ഇനി വരാൻ പോകുന്ന തലമുറക്ക് ലഭിക്കണം എന്നില്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് ലഭിച്ച ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതം നമ്മളാണ്.
അവരുടെ ജീവിതം നമ്മളാണ്. അതായത് അവർ വീട്ടിൽ താമസിക്കുകയും നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമുക്ക് വേണ്ട എല്ലാം ചെയ്തു വെക്കുന്നതാണ്. ഒരു യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് പോലും ചിലപ്പോൾ ഉമ്മ എന്ത് ചെയ്യുന്നുണ്ടാവും, ഉമ്മ കാത്ത് നമ്മെ നിൽക്കുന്നുണ്ടാകും. അല്ലെങ്കിൽ ഉമ്മ നമ്മളെ വിളിക്കും. ഒരു 3 മണി 4 മണിയൊക്കെ ആയിക്കഴിഞ്ഞാലും ഉമ്മയാണ് എന്ത് ചെയ്യുക, വിളിച്ചിട്ട് എത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അപ്പൊ അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഉമ്മയോട് എന്ത് ചെയ്യണം, അതീവമായ ബഹുമാനവും ആദരവും ഉണ്ടാകണം എന്നുള്ളത്. അൽ അദബുൽ മുഫ്രദ്, ഇമാം ബുഖാരി റഹിമഹുള്ളയുടെ അൽ അദബുൽ മുഫ്രദ് വായിച്ചു കഴിഞ്ഞാൽ അതിൽ പറയുന്നത് ഉപ്പയും ഉമ്മയും അവർ മുമ്പിൽ നടക്കുകയാണെങ്കിൽ മക്കൾ എവിടെ നടക്കണം, പിന്നിൽ നടക്കണം എന്നുള്ളതാണ്. സ്വഹീഹായ സനദോടുകൂടി സ്ഥിരപ്പെട്ട ഹദീസാണ്. അവർ പിന്നില് നടക്കണം എന്നുള്ളതാണ്. അത്രയും ആദരവും ബഹുമാനവും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വിഷയത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. എന്നാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു 2-3 മാസം മുമ്പ് നമ്മൾ മാതാപിതാക്കളുടെ വിഷയത്തിൽ കേട്ട വാർത്തകൾ എന്തൊക്കെയാണ്? ഉമ്മയെ എന്തെയാണ്, കൊല്ലാണ്. ഉമ്മയെ തലക്കടിച്ചിട്ട് ഒരു മകൻ കൊല്ലുന്ന വാർത്ത. എന്തിനേറെ, ഉമ്മയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ മാത്രം ഒരു മകൻ തുനിയുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ സമൂഹത്തിന്റെ പോക്ക് എത്രത്തോളം ഗൗരവത്തിലാണ് നമ്മൾ കാണേണ്ടത് എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ഇസ്ലാമിന്റെ ഇത്തരം ഉന്നതമായ ആശയങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഉയർത്തിപ്പിടിക്കേണ്ടത്. വളരെ ഉന്നതമായ ആശയമാണ് എന്ത് ചെയ്യുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ ആയത്തിൽ, സൂറത്തുൽ ഇസ്രായിലെ ആയത്തിൽ എങ്ങനെയാണ് മാതാപിതാക്കളോട് പെരുമാറേണ്ടത് എന്ന് 5 രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഒന്നാമത്തേത് വബിൽ വാലിദൈനി ഇഹ്സാന, ഏറ്റവും നല്ല രൂപത്തിൽ എന്ത് ചെയ്യുക, അവരോട് പെരുമാറുക. രണ്ടാമത്തേത്, ഒരിക്കലും മോശമായ രൂപത്തിലുള്ള ഒരു വാക്കും നമ്മുടെ നാവിൽ നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല, അവര് കേൾക്കാൻ ഇടവരരുത് എന്നാണ്. ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ, അതാണ് രണ്ടാമത്തെ കടമ. മൂന്നാമത്തേതോ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, ഏറ്റവും മാന്യമായ വാക്കുകൾ എന്ത് ചെയ്യണം, അവരോട് പറയണം എന്നാണ്, ഏറ്റവും മാന്യമായ വാക്കുകൾ. നാലാമത്തേതോ തഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, അവരോട് തവാളു ഉണ്ടാകണം, വിനയം ഉണ്ടാകണം. അഞ്ചാമത്തേത് വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, ഇസ്തിഗ്ഫാറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അവരോട് തേടണം എന്നുള്ളതാണ്. ഇസ്തിഗ്ഫാറിന് വേണ്ടി അവർക്ക് നിത്യവും ഇസ്തിഗ്ഫാറിനെ തേടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മയുടെ ഖബറിന്റെ അടുക്കൽ നിന്നുകൊണ്ട് റസൂൽ കരയാൻ. ആ റസൂലിന്റെ കരച്ചിൽ കണ്ടുകൊണ്ട് കൂടെയുള്ള സ്വഹാബാക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഒരിക്കലും അവരുടെ കരച്ചിൽ പിടിച്ചു വെക്കാൻ പറ്റിയില്ല എന്നാണ്. റസൂൽ എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ റസൂൽ കൊടുത്ത മറുപടി എന്താ, ഞാൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിന് വേണ്ടി ചോദിച്ചു എന്നാണ്. എൻ്റെ ഉമ്മാക്ക് ഇസ്തിഗ്ഫാറിന് വേണ്ടി ചോദിച്ചു, അള്ളാഹു എന്ത് ചെയ്തിട്ടില്ല, എനിക്ക് സമ്മതം നൽകിയിട്ടില്ല എന്നാണ്. ആ റസൂൽ എന്നിട്ട് അവിടെ നിന്ന് ഉമ്മയെ സിയാറത്തിന് വേണ്ടി മാത്രം എന്ത് ചെയ്തിട്ടുള്ളൂ, അനുമതി കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് അവിടെ നിന്നിട്ട് റസൂൽ കരയാണ്, ഉമ്മാക്ക് ഇസ്തിഗ്ഫാറിനെ തേടാൻ എനിക്ക് സാധിച്ചില്ലല്ലോ. എന്നാൽ ആ റസൂലിന് കിട്ടാത്ത അനുഗ്രഹമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ഉമ്മ മുസ്ലിമാണ്, എന്നാൽ ഒരുപക്ഷെ അതിനേക്കാളും അപ്പുറം നമ്മൾ ഏത് ആദർശത്തിലാണോ അതേ ഒരു ആദർശത്തിലാണ് നമ്മുടെ ഉമ്മയും ഉള്ളത് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫദ്ലുൻ അലാ ഫദ്ൽ, ശ്രേഷ്ഠതക്ക് മേൽ ശ്രേഷ്ഠതയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന്. അവിടെ ഉമ്മയുടെ വിഷയത്തിൽ, മാതാപിതാക്കളുടെ വിഷയത്തിൽ ഒരുപാട് ഹദീസുകൾ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 3 വട്ടം ആമീൻ പറഞ്ഞു എന്നാണ്. 3 വട്ടം ആമീൻ പറഞ്ഞു. അതിൽ മൂന്നാമത്തേതായിട്ട് ആമീൻ പറഞ്ഞത്, മാതാപിതാക്കൾ അവരുടെ അടുക്കലുണ്ട്, പക്ഷെ അവർക്ക് എന്ത് ലഭിച്ചിട്ടില്ല, സ്വർഗം ലഭിച്ചിട്ടില്ല. അവരെന്ത് ചെയ്യട്ടെ, അവർ നശിച്ചു പോകട്ടെ എന്ന്, അവർ നശിച്ചു പോകട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചു. അതിനാരാ ആമീൻ പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ പറഞ്ഞു എന്നാണ്. മറ്റൊരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, റഗിമ അൻഫുഹു സുമ്മ റഗിമ അൻഫുഹു സുമ്മ റഗിമ അൻഫുഹു, 3 പ്രാവശ്യം പറഞ്ഞു. ഒരു മനുഷ്യൻ തൊലഞ്ഞു പോകട്ടെ എന്ന് 3 പ്രാവശ്യം പറഞ്ഞു എന്നാണ്. ആ സമയത്ത് കൂടെയുള്ള സഹാബകൾ ചോദിച്ചു, അല്ല റസൂൽ, ഇത് ആരെ കുറിച്ചാണ് പറയുന്നത്? ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, മൻ അദ്റക വാലിദൈഹി ഇൻദൽ കിബർ, അവന്റെ അടുക്കൽ വയസ്സായ മാതാപിതാക്കളുണ്ട്, ഒന്നുകിൽ 2 ആളുകളുണ്ട്, അതല്ലെങ്കിൽ ഒരാളുണ്ട്, സുമ്മ ലം യദ്ഖുലിൽ ജന്ന, ഓൻ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ ഓൻ നശിക്കട്ടെ എന്നാണ്. അപ്പോ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത്രയും പ്രയാസം എന്തുണ്ടാകും, അവരെ സഹിക്കുന്നതിലും ഉണ്ടാകും എന്നുള്ളതാണ്. അതായത് സ്വർഗം ലഭിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ സ്വർഗം ലഭിക്കുന്നതാണ്.
പക്ഷെ അവിടെ എന്തുണ്ടാകും? ഒരു ഉമ്മ എന്ന നിലക്ക് വയസ്സാകുമ്പോൾ അതിൻ്റെതായ എല്ലാ പ്രയാസങ്ങളും നമ്മൾ ക്ഷമിക്കേണ്ടി വരും. ഒരേ കാര്യം ചിലപ്പോൾ 10 വട്ടം എന്ത് ചെയ്യും? ചോദിച്ചെന്ന് വരും. ആ 10 വട്ടം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മറുപടി കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. കാരണം ചെറുപ്പത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതേപോലെ നമ്മൾ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ വളരെ സാവധാനത്തോടു കൂടി അതൊക്കെ, അതായത് എന്റെ സ്വർഗമാണ് എന്റെ അടുക്കൽ ഉള്ളത് എന്ന ബോധ്യം എന്ത് ചെയ്യണം? നമുക്കുണ്ടാകണം. ആ സ്വർഗം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ആ ഉമ്മയെ കൃത്യമായി നമ്മൾ നോക്കിയിട്ടില്ലെങ്കിൽ ആ സ്വർഗമാണ് എനിക്ക് എന്ത് ചെയ്യുന്നത്? നഷ്ടപ്പെടുന്നത് എന്ന ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അലാ ഉനബ്ബിഉകും ബിഅക്ബരിൽ കബായിർ, ഏറ്റവും വലിയ തിന്മയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞിട്ട് രണ്ടാമതായി എണ്ണുന്നത് ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളോട് എന്ത് ചെയ്യാ? ഉഖൂഖ്, അവരോട് മോശമായി പെരുമാറുക എന്നുള്ളതാണ്. അതായത് അവർ മരണപ്പെട്ടു കഴിഞ്ഞാലും അവരോട് നമുക്ക് ബാധ്യത ഉണ്ട് എന്നാണ്. അവർ മരണപ്പെട്ടു കഴിഞ്ഞാലും അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി നമ്മൾ ഇസ്തിഗ്ഫാറിനെ തേടണം. അവരുടെ അടുത്ത ബന്ധുക്കൾ ഉണ്ടാവും, അവരുടെ കൂട്ടുകാരുണ്ടാവും, അവരെന്ത് ചെയ്യണം? നമ്മൾ സന്ദർശിക്കണം എന്നുള്ളതാണ്. അവരെ നമ്മൾ സന്ദർശിക്കണം എന്നുകൂടിയാണ് ഇതിൽ പറയുന്നത്. ഇനി ഈ ആയത്തിന്റെ മറ്റൊരു വശം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വഖളാ റബ്ബുക, നിന്റെ റബ്ബാണ് എന്ത് ചെയ്തിട്ടുള്ളത്? വിധിച്ചിട്ടുള്ളത് എന്നാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനം എന്നുള്ളത്, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബക്കാർ, ഇവരൊക്കെ നമുക്ക് ലഭിക്കാൻ കാരണമായി തീർന്നത് ആരാ? അല്ലാഹുവാണ്. വമാ ബികും മിൻ നിഅമതിൻ ഫമിനല്ലാഹ്, എന്ത് അനുഗ്രഹം നിങ്ങൾക്കുണ്ടോ ഒക്കെ ആരുടെ അടുക്കൽ നിന്നാണ്? അള്ളാന്റെ അടുക്കൽ നിന്നാണ്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ കൂറുണ്ടാകേണ്ടത്, സ്നേഹമുണ്ടാകേണ്ടത്, ബാധ്യതയുണ്ടാകേണ്ടത് ആരോടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ്. അല്ലാത്ത ഒരാളോട് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? അള്ളാഹുവിനെ കവച്ചു വെക്കുന്ന രൂപത്തിൽ ബാധ്യതകൾ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ഉമ്മ അതല്ലെങ്കിൽ ഉപ്പ അള്ളാഹുവിനെ ധിക്കരിക്കാൻ വേണ്ടി പറയുന്നു, അവരനുസരിക്കേണ്ടതുണ്ടോ? ഒരിക്കലും അവരനുസരിക്കേണ്ടതാണ്, ഒരിക്കലും അവരനുസരിക്കേണ്ടതില്ല. എന്നാൽ അതല്ലാത്ത വിഷയങ്ങളിലാണെങ്കിലോ അവരെ അനുസരിക്കുക തന്നെ വേണം. എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ശിർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പോലും അവരോട് നമ്മൾ മോശമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? പെരുമാറാൻ പാടില്ല. ഏറ്റവും നല്ല രൂപത്തിലാണ് പെരുമാറേണ്ടത്. തിരുത്തി കൊടുക്കുന്നിടത്ത് പോലും നമ്മൾ എന്ത് ചെയ്യണം? അത് ശ്രദ്ധിക്കണം. ചില ആളുകൾ തൗഹീദിന്റെ ഊക്കുകൊണ്ട് എന്ത് ചെയ്യും? ചിലപ്പോൾ അതൊന്നും നോക്കാതെ അടിച്ചങ്ങോട്ട് കേറിയിട്ട് പറയും, നിങ്ങൾ പറഞ്ഞ ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പേടിപ്പിച്ച് നിർത്തുന്ന അവസ്ഥയുണ്ട് എങ്കിൽ അതെന്തല്ല? ഒരു മുവഹിദിന് യോജിച്ചതല്ല എന്നാണ്. തൗഹീദിന്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ ആളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. എങ്ങനെയായിരുന്നു ഇബ്രാഹിം നബി ഉപ്പയെ വിളിച്ചത്? എങ്ങനെയാ വിളിച്ചത്? വളരെ ലോലമായിട്ടാണ്. ഓ പൊന്നുപ്പ, ലാ തുശ്രിക് ബില്ലാ, അള്ളാഹുവിനോട് എന്ത് ചെയ്യരുത്? നിങ്ങൾ ശിർക്ക് ചെയ്യരുത്. എന്നാ ഉപ്പയുടെ മറുപടി എന്താ? നേരെ നെഗറ്റീവാണ്. വളരെ മോശമായിട്ടാണ് ഉപ്പയുടെ മറുപടി. ചിലപ്പോ നമ്മളൊക്കെ അത് കേട്ടിരുന്നെങ്കിൽ എന്ത് ചെയ്യും? വേറെ വല്ലതും ആയിരിക്കും അവിടെ നടക്കുക. എന്നാൽ പിന്നെയും എന്ത് ചെയ്യാണ്? ഇബ്രാഹിം നബി പിന്നെയും വളരെ ലോലമായിട്ട് എന്ത് ചെയ്യുന്നു? പെരുമാറുന്നു എന്നാണ്. അപ്പൊ പ്രവാചകന്മാരുടെ സ്വഭാവത്തിലൊക്കെ വളരെ ഉത്കൃഷ്ടമായ മാതൃകയാണ് നമുക്ക് മാതാപിതാക്കളുടെ വിഷയത്തിൽ എന്ത് ചെയ്യാൻ പറ്റുന്നത്? കാണാൻ പറ്റുന്നത്. അപ്പൊ വഖളാ റബ്ബുക്, നിന്റെ റബ്ബ് വിധിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പൊ എല്ലാ അനുഗ്രഹവും നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ റബ്ബിന്റെ അടുക്കലിൽ നിന്നാണ്. അതുകൊണ്ട് ആ റബ്ബിനോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കണക്ഷൻ ഉണ്ടാകേണ്ടത് എന്നാണ്. ഒരു പണ്ഡിതൻ പറയുന്നുണ്ട്, അതായത് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ മാതാപിതാക്കളെ ഞാൻ അവലംബിച്ച് ജീവിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കല്യാണം കഴിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭാര്യ അവലംബിച്ചിട്ടാണ്. എൻ്റെ ഭാര്യ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകും, എപ്പോഴും എനിക്ക് ആ സ്നേഹം ലഭിക്കും. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? കുറച്ചു കാലം പോയി. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മക്കളിലായിരുന്നു. അതിങ്ങനെ എന്ത് ചെയ്യണം? മാറി മാറിപ്പോവുകയാണ്. അവസാനം മുമ്പ് പറയാണ്, എനിക്ക് ബോധ്യപ്പെട്ടു എൻ്റെ കൂടെ ആരേ ഉണ്ടാവുള്ളൂ? റബ്ബ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ്. അതായത് ആരുടെ സ്നേഹവും, ആര് നമ്മെ സ്നേഹിച്ചാലും അതിലൊക്കെ നമുക്ക് എവിടെയെങ്കിലും ഒരു കുറ്റവും കുറവും ചെയ്യാനുണ്ടാവും, പറയാനുണ്ടാകും. അത് മാത്രല്ല, നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ ഈ പറയുന്ന ആളുകളൊക്കെ നമ്മളോട് പെരുമാറും. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ പെരുമാറുന്നുള്ളത്, പക്ഷെ അവർ പെരുമാറും ചെയ്യും. എന്നാൽ അള്ളാഹു ഇരുവാതിലും തുറന്നുകൊണ്ട് നമ്മുടെ അടുക്കൽ നിൽക്കുകയാണ്. നമ്മൾ എപ്പോ ചെന്നാലും ചെയ്യും? അള്ളാഹു ആ വാതില് തുറന്നു തരുന്ന അത്രയും കാരുണ്യത്തിന്റെ ഉടമയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതായത് നമ്മൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഒരു ഉമ്മയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്തു? വീടുന്ന് ഒരു മകൻ ഇറങ്ങി പുറത്തു നാട് വിട്ടുപോയി. തിരിച്ചൊരുപാട് മാസങ്ങൾക്ക് ശേഷം ആ മകൻ വന്നു കഴിഞ്ഞാൽ ഉമ്മ മകനെ സ്വീകരിക്കുമോ? ആ ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. ഉമ്മ എന്തായാലും എന്ത് ചെയ്യും? സ്വീകരിക്കും എന്നുള്ളതാണ്. എന്നാൽ അതിനേക്കാളും റഹ്മത്താണ് ആർക്കുള്ളത്? അടിമകളോട് അള്ളാഹുവിനുള്ളത് എന്നാണ്. അതാണ് യാ ഇബാദി, എന്റെ അടിമകളെ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു അഭിസംബോധന ചെയ്തിട്ട് വിളിക്കുന്നത് ആരാ? അസ്റഫു അലാ അൻഫുസിഹിം,
സ്വന്തം നഫ്സിനോട് ഇസ്രാഫ് ചെയ്തു എന്നാണ്. തിന്മകൾ ചെയ്ത് 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 സ്വന്തം നഫ്സിനോട് അവന് ഒരു ഇഷ്ടവുമില്ലാത്ത രൂപത്തിലായി. അത്തരത്തിലുള്ള അടിമകൾ അള്ളാഹു വിളിക്കാൻ. തിന്മ ചെയ്ത തെറ്റ് ചെയ്ത ആളുകളെ അള്ളാന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, നിരാശരായി പോകരുത്. അപ്പൊ അള്ളാഹു നമുക്ക് എപ്പോൾ അനുഗ്രഹങ്ങളും അതേപോലെ തന്നെ അത്തരത്തിലുള്ള ഒരുപാട് അനുഗ്രഹങ്ങളാണ് അള്ളാഹു നമുക്ക് തരാൻ വേണ്ടി കാത്തു നിൽക്കുന്നത്. നമ്മൾ തിരിച്ചു കൊടുക്കുന്നതോ ഒരുപാട് ഇസ്യാനുകളാണ്. അള്ളാഹുവിനെ ഇങ്ങനെ ധിക്കരിക്കാൻ. നിന്റെ റബ്ബ് വിധിക്കുകയാണ്, നിന്റെ റബ്ബ് വിധിക്കുകയാണ്. അപ്പൊ അടിമയായി ജീവിക്കുക എന്നുള്ളതാണ് എന്ത്, ഏറ്റവും വലിയ ഉന്നതമായ ഫദ്ല്. അതാണ് അവിടെ പറഞ്ഞത് റബ്ബുക അല്ലാ തഅബുദൂ. അബദ യഅബുദു. ഇബാദ് എന്ന് പറഞ്ഞാൽ എന്താ, അടിമകൾ എന്നാണ്. ഇബാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമകൾ എന്നാണ്. അള്ളാഹുവിന്റെ അടിമകൾ മൂന്ന് രൂപത്തിലാണ് അള്ളാഹുവിന്റെ അടിമകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്നിടത്ത് റസൂൽ എന്ന് വിശേഷിപ്പിക്കുന്നതാണോ ഉത്തമം, അതല്ല അബ്ദ് എന്ന് വിശേഷിപ്പിക്കുന്നതാണോ ഉത്തമം? അബ്ദ് എന്ന് വിശേഷിപ്പിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്നാണ്. അതാണ് ഇസ്രാ മിഅ്റാജ്. വലിയ സംഭവമാണ് ഇസ്രാ മിഅ്റാജ്. എന്നാൽ ആ ഇസ്രാ മിഅ്റാജ് പറയുന്നിടത്ത് റസൂല് എന്നല്ല പ്രയോഗിച്ചത്, മറിച്ച് എന്താ പ്രയോഗിച്ചത്? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. അവന്റെ അടിമ എന്നാണ്. അള്ളാഹുവിലേക്ക് ചേർത്ത് ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് പറയുന്നതിൽ എന്തുണ്ട്, നമുക്കൊരു പ്രതാപുണ്ട് എന്നാണ്. ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് പറയുന്നതിൽ. അപ്പൊ അടിമകൾ മൂന്ന് രൂപത്തിലാണ്. ഒന്ന് ആമ്മ, എല്ലാ ആളുകളും എന്താണ്, അള്ളാഹുവിന്റെ അടിമകളാണ്. എല്ലാ ആളുകളും, നക്ഷത്രങ്ങളും ഗോളങ്ങളും എല്ലാം അള്ളാഹുവിന്റെ അടിമകളാണ്. രണ്ടാമത്തേത് ഉബൂദിയത്തുൻ ഖാസ്സ. അപ്പൊ അള്ളാഹുവിന്റെ അടിമയാവുക എന്നതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠതയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാധാരണ നിരീശ്വരവാദികൾ മുസ്ലിങ്ങൾക്കെതിരെ പറയാറുള്ള വലിയ ഒരു കുറവാണെന്ത്, നിങ്ങൾ അള്ളാഹിന്റെ ഇങ്ങനെ അടിമകളായി ജീവിക്കുകയാണ്, ഞങ്ങളിങ്ങനെ പാറിപ്പറക്കുകയാണ്, ഞങ്ങൾ സ്വതന്ത്രരാണ് എന്നാണ് പറയുന്നത്. അവിടെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവർക്ക് കൊടുക്കുന്ന മറുപടി ഉണ്ട്. ഞങ്ങളെ സൃഷ്ടിച്ച റബ്ബിന്റെ അടിമകളാണ്. നിങ്ങൾ തന്നെ ഉണ്ടാക്കി വെച്ച കുറെ ദേഹേച്ഛകളുണ്ട്, അതിന്റെ അടിമകളാണ് നിങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ട് സ്വന്തം ദേഹേച്ഛയുടെ അടിമകളാകലാണോ ഏറ്റവും ഉത്തമം, അതല്ല സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ അടിമകളാകലാണോ ഏറ്റവും ഉത്തമം എന്നൊരു ചോദ്യം ചെയ്യുന്നുണ്ട്, തിരിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വളരെ ദുർബലരാണ്. ആ ദുർബലരായ നമ്മൾ തന്നെ ഉണ്ടാക്കിയ നമ്മളുടെ ഇച്ഛകളെ പിൻപറ്റുന്നതാണോ ഏറ്റവും നല്ലത്, അതല്ല നമ്മെ സൃഷ്ടിച്ച നമ്മെ പരിപാലിക്കുന്ന ഈ ലോകത്തെ മൊത്തം പടച്ച ആ റബ്ബിന്റെ നിയമങ്ങൾക്ക് കീഴൊതുങ്ങലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അര ടീസ്പൂൺ ബുദ്ധിയെങ്കിലും തലച്ചോറിൽ ബാക്കിയുള്ള ഒരുത്തൻ എന്ത് ചെയ്യും, ഓൻ പറയും ആ റബ്ബിന്റെ വിധിക്ക് കീഴൊതുങ്ങലാണ് ഏറ്റവും നല്ലത്, അവന്റെ അബ്ദായി ജീവിക്കലാണ് ഏറ്റവും നല്ലത് എന്നാണ്. അതുകൊണ്ട് ഒന്നാമത്തേത്, എല്ലാ ആളുകളും അള്ളാഹുവിന്റെ അടിമകളാണ്, ആമ്മയാണ്. എല്ലാ ആളുകളും, അവിശ്വാസികളും വിശ്വാസികളും നക്ഷത്രങ്ങളും മറ്റു ഗോളങ്ങളും എല്ലാം അള്ളാഹുവിന്റെ അടിമകളാണ്. രണ്ടാമത്തേത് പ്രത്യേകമായ അള്ളാഹുവിന്റെ അടിമകളാണ്. അതാണ് സൂറത്തുൽ ഫുർഖാനിൽ പറയുന്നത്, വഇബാദുർ റഹ്മാൻ. അള്ളാഹുവിന്റെ റഹ്മാനിന്റെ അടിമകൾ അല്ലദീന യംശൂന ഫിൽ അർദി ഹൗനൻ. അവർ ഭൂമിയിൽ നടക്കുന്നത് വളരെ വിനയാനിതരായിട്ടാണ്. അഹങ്കരിച്ച് ഞാൻ എന്തൊക്കെയാണ് എന്ന ഒരു ഭാവത്തിലല്ല അവർ നടക്കുക, വളരെ വിനയത്തോടു കൂടിയിട്ടാണ് അവർ നടക്കുക. വിനയത്തോടു കൂടി നടക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സത്യം അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ സത്യം സ്വീകരിക്കും. അത് മാത്രല്ല, അവരാരെയാണോ അഭിസംബോധന ചെയ്യുന്നത്, ആരെയാണ് അവരുടെ മുന്നിൽ കാണുന്നത്, അവരോട് വിനയത്തോടു കൂടിയിട്ടാണ് പെരുമാറുന്നത്. അവരെക്കാളും വയസ്സിന് മൂത്ത ആളുകളെ കാണുമ്പോൾ അവരെന്താ കരുതുക, എന്നെക്കാളും മുമ്പേ ഇസ്ലാമിലേക്ക് പ്രവേശിച്ച വ്യക്തിയാണ്, ഞാനൊക്കെ ഇദ്ദേഹത്തിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ ജനിക്കുന്നത് തന്നെ. ഇനി ചെറിയൊരു കുട്ടിയെ കണ്ടാലോ ഓൻ പറയുന്നാണ്, അത് ചെറിയ കുട്ടിയാണ്, തിന്മകളൊന്നുമില്ല, എനിക്ക് എത്രയോ തിന്മകളുണ്ട് എന്ന രൂപത്തിലാണ് കാണുക. അതാണ് ഭൂമിയിലൂടെ വളരെ വിനയാനിതനായി നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മൂന്നാമത്തേത് പ്രത്യേകമായ അടിമകളാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് അതിലും പ്രത്യേകമായ അടിമകളാണ് ആര്, അള്ളാഹുവിന്റെ പ്രവാചകന്മാർ. ഇതിൽ നമ്മൾ ഉൾപ്പെടേണ്ടത് രണ്ടാമത്തെ കാറ്റഗറിയിലാണ്. അള്ളാഹുവിന്റെ പ്രത്യേകമായ അടിമകളിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ ഉൾപ്പെടേണ്ടതുണ്ട്. അങ്ങനെ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരുപാട് ഹദീസ് ഉണ്ട്. മൻ ആദാ ലി വലിയൻ, എന്റെ വലിയനോട് ആരെങ്കിലും ശത്രുത വെച്ച് പുലർത്തിയാൽ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, ഞാൻ അവനോട് യുദ്ധം ചെയ്യുന്നതാണ് ആര് പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ വലിയാവുക, അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടദാസനാവുക എന്നതാണ് നമ്മുടെ ഈ ജീവിതത്തിന്റെ ലക്ഷ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കാണേണ്ടത്.
അതുകൊണ്ട് നമ്മൾ നമ്മെ സംസ്കരിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മെ നിത്യവും പല തിന്മകളിൽ നിന്നും സംസ്കരിച്ചെടുത്ത് ഏറ്റവും നല്ല ഒരു രൂപത്തിലേക്ക് നമ്മൾ എത്തിപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇതാണ് ഉബൂദിയത്തിന്റെ അക്സാമുകൾ. അടിമകൾ 3 തലത്തിനാണുള്ളത്. 3 തരത്തിലാണ് പണ്ഡിതന്മാർ അതിനെ വിഭജിച്ചിട്ടുള്ളത്. ഇപ്പൊ വഖദാ റബ്ബുക, നിന്റെ റബ്ബ് വിധിച്ചിട്ടുണ്ട്, അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അപ്പൊ ഇവിടെ അള്ളാഹുവിന്റെ ഹക്ക് പറഞ്ഞു, എന്നിട്ട് മാതാപിതാക്കളോടുള്ള ഹക്ക് പറഞ്ഞു, റസൂലിന്റെ ഹക്ക് പറഞ്ഞിട്ടില്ല. ഒരാൾ ചോദിക്കണം, എന്തുകൊണ്ട് റസൂലിനോട് നമുക്ക് ഹക്കില്ലേ, എന്തുകൊണ്ട് റസൂലിന്റെ ഹക്ക് പറഞ്ഞിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കണം എന്ന് പറയുമ്പോഴും അത് നമുക്ക് എത്തിച്ചു തന്നതാരാ? റസൂലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ തന്നെ എന്ത് ഉൾപ്പെട്ടിട്ടുണ്ട്? റസൂലിനോടുള്ള ഹക്ക് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ റസൂലിനോട് എന്തുണ്ട്? നമുക്ക് അതിരറ്റ ബാധ്യതയുണ്ട്. അതിരറ്റ ബാധ്യത നമുക്ക് നമ്മുടെ റസൂലിനോട് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈഅ. അപ്പോൾ ഈ കിതാബ് തൗഹീദിലെ 4ാമത്തെ ആയത്താണ് നമ്മൾ ഓതുന്നത്. 3 ആയത്തിലും പറയുന്നത് ഇബാദത്തുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ പറഞ്ഞു, എവിടെയെല്ലാം ഖുർആനിൽ ഇബാദത്ത് വന്നിട്ടുണ്ടോ അതിന്റെ എല്ലാം അർത്ഥം എന്താണ്? തൗഹീദാണ്. അതിന്റെ എല്ലാം അർത്ഥം തൗഹീദാണ്. 4ാമത്തെ ആയത്ത് വഅബ്ദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, വലാ തുശ്രികൂ ബിഹി ഷൈഅ, വലാ തുശ്രികൂ ബിഹി ഷൈഅ. ഈ അർത്ഥം നമ്മൾ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഇവിടെ മനസ്സിലാക്കണം. അത് ഇവിടെയും എന്ത് ചെയ്തിട്ടുണ്ട്? 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെ ആരാധിക്കണമെന്നും പറയുന്നു, എന്നാൽ അതോടൊപ്പം എന്ത് ചെയ്യണം? ഷിർക്ക് ചെയ്യാനും പാടില്ല. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞത്, എപ്പോഴും ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ബാത്തും ചെയ്യണം, നഫിയും ചെയ്യണം, സ്ഥിരപ്പെടുത്തും വേണം, ബാക്കിയുള്ള ആരാധ്യന്മാരെ നിഷേധിക്കുകയും വേണം. എന്നിട്ട് ഇവിടെ പറയുന്ന എന്താ? വലാ തുശ്രികൂ, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഷിർക്ക് ചെയ്യാൻ പാടില്ല എന്നാണ്. അപ്പൊ ഷിർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇതിന്റെ കീഴിൽ എല്ലാ ഇനങ്ങളും വരും. ഷിർക്ക് നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. എത്ര ഷിർക്കുണ്ട്? അക്ബറുണ്ട്, അസ്ഗർ ഉണ്ട്, പിന്നെയോ പ്രകടമായതുണ്ട്, പരോക്ഷമായതുണ്ട്. അപ്പൊ ഇങ്ങനെ എല്ലാ ഷിർക്കിൽ നിന്നും ഒഴിവാകണം. എന്നിട്ട് പറയാം വലാ തുശ്രികൂ ബിഹി ഷൈഅൻ, ഒന്നിനെയും അള്ളാഹുവിനോട് എന്ത് ചെയ്യാൻ പറ്റൂല? പങ്കു ചേർക്കാൻ പറ്റൂല എന്ന്. ഒന്നിനെയും. ആ ഒന്നിനെയും എന്നതുകൊണ്ട് ആരൊക്കെ വരും? എല്ലാ ആളുകളും വരും. വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ ഔലിയാക്കളെ ആരാധിക്കുന്ന ആളുകൾ, അങ്ങനെ എന്തൊക്കെ ഭൂമുഖത്ത് ആരാധിക്കപ്പെടുന്നുണ്ടോ അതിനെ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഈ ആയത്ത് ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ്. അതാണ് വലാ തുശ്രികൂ ബിഹി ഷൈഅൻ, ഒന്നിനെയും എന്ത് ചെയ്യാൻ പാടില്ല? ആരാധിക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ സാധാരണ പറയാറുള്ള ഒന്നാണ്, അതായത് ഞങ്ങൾ എന്ത് ചെയ്യാറില്ല? വിഗ്രഹത്തെ ഞങ്ങൾ ആരാധിക്കാറില്ല. ഞങ്ങൾ ആരാധിക്കുന്നത് ആരെയാണ്? ഔലിയാക്കളെയാണ്, സ്വാലിഹീങ്ങളെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. അവർക്കുള്ള മറുപടിയാണ് ഇവിടെ എന്താ പറഞ്ഞത്? ഷൈഅൻ, ഒന്നിനെയും, ഒരു വസ്തുവിനെയും എന്ത് ചെയ്യാൻ പാടില്ല? ആരാധിക്കാൻ പാടില്ല എന്നാണ്. അതിലെല്ലാവരും വിട്ടു എന്നാണ്. സ്വാലിഹീങ്ങളാകട്ടെ, ഇനി നല്ലവരാകട്ടെ, മോശമായ ആളുകളാകട്ടെ, എല്ലാ ആളുകളും ആ ആയത്തിന്റെ പരിധിയിൽ പെട്ടു എന്നാണ് പറയുന്നത്. ഈ ആയത്ത് സൂറത്തു നിസായിലെ 36ാമത്തെ ആയത്താണ്. സൂറത്തു നിസായിലെ 36ാമത്തെ ആയത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് 10 ബാധ്യതകൾ, മനുഷ്യന്മാർ അവർ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട 10 ബാധ്യതകൾ ഉൾക്കൊണ്ടിട്ടുള്ള ആയത്താണ് എന്നാണ്. ഒന്നാമത്തേത് വഅബ്ദുല്ലാഹ്, അള്ളാഹുവിനെ ആരാധിക്കണം, വലാ തുശ്രികൂ ബിഹി ഷൈഅ, അവനിൽ പങ്കു ചേർക്കാൻ പാടില്ല. രണ്ടാമത്തേത് വബിൽ വാലിദൈനി ഇഹ്സാന, അത് നമ്മൾ വിശദീകരിച്ചു, മാതാപിതാക്കളോട് ഇഹ്സാൻ ഉള്ളവരാകണം. മൂന്നാമത്തേത് വബിദിൽ ഖുർബ, നമ്മൾ അടുത്ത കുടുംബക്കാരോട് എന്ത് ചെയ്യണം? നമ്മൾ ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണം. വൽ യതാമ, യതീമിനോട്, വൽ മസാകീൻ, മിസ്കീന്മാരോട്. അപ്പൊ യതീമിനോട് നമുക്ക് ഒരുപാട് ബാധ്യതകൾ ഉണ്ട് കേട്ടോ. നമ്മൾ ഒരിക്കലും വിസ്മരിച്ചു കൂടാത്ത ഒരു വിഭാഗമാണ് ആര്? യതീം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അന വകാഫിലുൽ യതീമി ഹാകദാ എന്ന, ഞാനും യതീമും ഇങ്ങനെയായിരിക്കും, ഞാനും യതീമും ഇങ്ങനെയായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലും മറ്റൊക്കെ യതീമകൾ ഉണ്ട് എങ്കിൽ അവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ വലിയ ബാധ്യതയാണ്. അവരോട് നമ്മൾ സ്നേഹം വെച്ച് പുലർത്തുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യണം എന്നാണ്. വൽ ജാരിദിൽ ഖുർബ, നമ്മുടെ അടുത്തുള്ള കുടുംബക്കാരനായ അയൽവാസിയുണ്ട്. ഒരു അയൽവാസി നമ്മുടെ കുടുംബക്കാരനാണെങ്കിൽ അവനോട് 2 ബാധ്യതകളാണ്. ഒന്ന്, അവൻ അയൽവാസിയാണ്, കുടുംബക്കാരനുമാണ്. 2 ബാധ്യതകൾ അവനോട് പുലർത്തേണ്ടതുണ്ട്. അയൽവാസിയുടെ വിഷയത്തിൽ ഒരുപാട് ആദാബുകൾ, ഒരുപാട് മര്യാദകൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സാധാരണ വീട് വെക്കുന്ന സമയത്ത് ആദ്യം നോക്കേണ്ടത് എന്താ? അറബികൾ പറയുന്നത് അൽജാറു ഖബ്ലദ്ദാർ, വീട് വെക്കുന്നതിന് മുമ്പ് ആരെയാ നോക്കേണ്ടത്? അയൽവാസിയാണ് നോക്കേണ്ടതെന്നാണ്. സാധാരണ ഒരു കഥ പറയാറുള്ളത്, സ്ഥലത്തിന് 1 ലക്ഷമേ ഉള്ളൂ, സ്ഥലത്തിന് 1 ലക്ഷം ഉള്ളൂ. അപ്പൊ ഈ സ്ഥലം വെക്കുന്ന ആൾ പറഞ്ഞു 2 ലക്ഷം ചെയ്യണം, ഇതിന് തരണം എന്നാണ്, എന്നാലേ ഞാൻ ഈ സ്ഥലം തരുള്ളൂ. അപ്പം പറഞ്ഞു സ്ഥലത്തിനാകെ 1 ലക്ഷം അല്ലേ ഉള്ളൂ. പറഞ്ഞു മറ്റൊരു ലക്ഷം ആർക്കുള്ളതാണ്? ഈ അയൽവാസി നിങ്ങൾക്ക് എവിടെ പോയാലും എന്ത് ചെയ്യൂല?
കിട്ടൂല, ആ അയൽവാസിക്കുള്ളതാണ് അടുത്ത ലക്ഷം എന്നാണ്. അപ്പോൾ ഞാൻ എന്ത് സ്ഥലം മാത്രമല്ല എനിക്ക് തരുന്നത്, അവിടെ ഏറ്റവും നല്ലൊരു അയൽവാസിയെ ഞാൻ നിനക്ക് ബാക്കി വെച്ച് പോയിട്ടുണ്ട് എന്നാണ്. അപ്പൊ അയൽവാസികൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ മക്കളുടെ പെരുമാറ്റം, നമ്മുടെ ഭാര്യമാരുടെ പെരുമാറ്റം എല്ലാം എന്ത് ചെയ്യും, അയൽവാസികളെ ബന്ധപ്പെടുത്തി അതിൽ വളരെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. സ്വാഭാവികമായിട്ടും നമ്മുടെ മക്കളും ഭാര്യമാരൊക്കെ എന്ത് ചെയ്യും, ഈ വീട്ടിലേക്ക് പോകും, അവരോട് സംസാരിക്കും, അവരുടെ ആശയങ്ങൾ പങ്കുവെക്കും, ഒക്കെ ഉണ്ടാകും. അപ്പൊ എല്ലാം കൊടുത്തും കൊണ്ടാണ് പോവുക. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ മോശത്തിലുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് ഇവിടേക്ക് നമ്മൾ അറിയാതെ പകർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അയൽവാസി എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മൾ ഏറ്റവും നല്ലൊരു അയൽവാസിയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഏറ്റവും വലിയ സുരക്ഷിതമായ ജീവിതം, അതുമാത്രമല്ല ദീനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ജിബിരിൽ എന്നോട് അയൽവാസിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നാണ്. ഞാൻ എത്രത്തോളം എന്ന് വെച്ചാൽ ഞാൻ പേടിച്ചു പോയി, അയൽവാസി എന്റെ അനന്തരം എടുക്കുമെന്ന്. അയൽവാസിയെ കുറിച്ച് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നാണ്. അതുകൊണ്ട് അയൽവാസിയുടെ വിഷയത്തിൽ നമുക്ക് വലിയ ബാധ്യതകളുണ്ട്. എന്തല്ല അയൽവാസിയുടെ വിഷയത്തിൽ ബാധ്യതകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലൊരു ഭക്ഷണം ഉണ്ടാക്കിയാൽ ആ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് അവിടെ എന്തെങ്കിലും പ്രശ്നം നടക്കുന്നുണ്ട് എങ്കിൽ ആ പ്രശ്നത്തിൽ നമുക്ക് ഇടപെടാൻ പറ്റുന്നതാണ്. അവര് നമ്മൾ ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇടപെട്ടിട്ട് ഒരു സമാധാനം അവർക്ക് കൊടുക്കണം. അതിനി ആരായാലും, അത് വിശ്വാസി അവിശ്വാസി എന്നുള്ള ഒരു വേർതിരിവ് എന്തിലില്ല. അയൽവാസിയുടെ വിഷയത്തിൽ ഒരിക്കലും ഇസ്ലാം ഒരു അതിർവരമ്പായി വെച്ചിട്ടില്ല എന്നാണ്. വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ അവർക്ക് നമ്മൾ സ്വതക്കകൾ കൊടുക്കണം, ഹദിയകൾ കൊടുക്കണം, അവരിടക്കിടക്ക് നമ്മൾ കാണാൻ പോകണം, അവരോട് അന്വേഷണങ്ങൾ ചോദിച്ചറിയണം. എന്നാൽ ഇന്ന് അത് വളരെ വിദൂരാണ്. ഇന്ന് വീട്ടിലുള്ള ആൾക്കാർ തന്നെ കാണൽ വളരെ കുറവാണ്. എന്നിട്ടല്ലേ അയൽവാസി എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയാറുള്ളത്. അപ്പൊ അയൽവാസികളെ കുറിച്ച് നമുക്ക് ആരൊക്കെയാണ് അപ്പുറത്തെ വീട്ടിലുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ നമ്മുടെ മക്കൾക്ക് അറിയണ്ടാവില്ല. എന്നാ പണ്ടോ എല്ലാ ചുറ്റുഭാഗത്തുള്ള ആൾക്കാരെ നമുക്കറിയാം, ആരൊക്കെ അവിടെ ഉണ്ട്, അവരുടെ മക്കൾ ആരൊക്കെയാണ്, ഇവരുടെ മക്കൾ ആരൊക്കെയാണ്, എല്ലാവരെ കുറിച്ച് അറിയാം. ഇന്ന് നമുക്ക് ആരെ കുറിച്ചൊന്നില്ല, അറിവില്ല. അപ്പൊ അത് ഇസ്ലാമിന്റെ ഒരുപാട് അധ്യാപനങ്ങൾ നമ്മൾ അറിയാതെ എന്ത് ചെയ്യുന്നുണ്ട്, അതിങ്ങനെ അന്യമായി പോകുന്നുണ്ട്. അതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ തിരിച്ചു കൊണ്ടുവരുമ്പോൾ നല്ല ഒരു ജീവിതം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ്. എന്നിട്ട് പറയുന്നത് വൽജാരിദിൽ ഖുർബ വൽജാരിൽ ജുനുബ്, നമ്മുടെ അടുത്തുള്ള അയൽവാസി, വസാഹിബി ബിൽ ജംബ്, നമ്മുടെ കൂട്ടുകാരൻ. നമുക്ക് കൂട്ടുകാരനുണ്ടെങ്കിൽ ആ കൂട്ടുകാരനോട് എന്തുണ്ട്, ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ പെരുമാറണം. കൂട്ടുകാരൻ എന്ന് പറയുമ്പോൾ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഭാര്യയാണ് എന്നാണ്, അല്ലെങ്കിൽ ഭർത്താവാണ് എന്നാണ്. അവരോട് എന്ത് ചെയ്യണം, ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ പെരുമാറേണ്ടതുണ്ട്. ഔമാ മലക്കത്ത് ഐമാനുക്കും, അതല്ലെങ്കിൽ നിങ്ങൾ ഉടമപ്പെടുത്തിയ അടിമകളുണ്ട്, അടിമകളോട് എന്ത് ചെയ്യണം, ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണം. ഇസ്ലാമിലെ അടിമത്വം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് സംവാദങ്ങൾ നടക്കുകയാണ്. ഇസ്ലാമിലെ അടിമത്വം എന്നാണ് വിഷയം. അതിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത്, ഇസ്ലാം അടിമകൾക്ക് വെച്ച പ്രാധാന്യം വേറെ, അത് മാത്രം പഠിച്ചാൽ മതി. ആ വിഷയത്തിൽ വന്ന ഹദീസ് മാത്രം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ചോദിക്കും, പിന്നെന്തിനപ്പോൾ അടിമകളെ വെച്ചിക്കണമെന്ന് ചോദിക്കും. കാരണം ഇസ്ലാം പറയുന്നത് എന്താ, നീ എന്താണോ ധരിക്കുന്നത് അതെന്ത് ചെയ്യണം, അടിമയെ ധരിപ്പിക്കണം എന്നാണ്. നീ യജമാനൻ എന്താണോ ധരിക്കുന്നത് അത് അടിമയെ ധരിപ്പിക്കണം എന്നാണ്. അത് മാത്രല്ല ഭക്ഷണത്തിന്റെ വിഷയം. ഇനി അവന് കൊടുക്കുന്ന ജോലിയുടെ വിഷയത്തെ കുറിച്ച് എന്താ പറഞ്ഞത്, അവന് കഴിയാൻ അവന്റെ കഴിവിന്റെ അപ്പുറത്തേക്കുള്ള ജോലി എന്ത് ചെയ്യാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല. അവൻ എന്താണോ സാധിക്കുന്നത് അത് കൊടുത്താൽ മതി എന്നാണ്. ഇതാണ് ഇസ്ലാമിലെ അടിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പേര് കൊണ്ട് അടിമയും ജോലി കൊണ്ട് ഉടമയുമാണ് ആര്, ഇസ്ലാമിലെ അടിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അത്രയും ഉത്കൃഷ്ടമായ ആശയത്തിന്റെ ആളുകളാണ് നമ്മൾ ഓരോരുത്തരും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അവിടെ വസാഹിബി ബിൽ ജംബ് എന്ന് പറയുന്നിടത്ത് ഭാര്യമാരാണ്, കൂട്ടുകാരാണ് എന്നിങ്ങനെയൊക്കെ ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. അവിടെ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫ്ളഹുല്ലയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു സ്ത്രീ ചോദിക്കാണ്, ഭർത്താവ് മോശമായ രൂപത്തിൽ എന്നോട് പെരുമാറുന്നു, എന്നാൽ അതേ മോശമായ രൂപത്തിൽ എനിക്കും പെരുമാറാൻ പറ്റുമോ എന്നാണ് എന്ത് ചെയ്യുന്നത്, ഒരു സ്ത്രീ ചോദിക്കുന്നത്. അപ്പോൾ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫ്ളഹുല്ല ചിരിച്ചുകൊണ്ട് പറയുന്നത്, എനിക്കത് സങ്കല്പിക്കാൻ സാധിക്കുന്നില്ല, എങ്ങനെയാണ് ഒരു ഭാര്യ ഭർത്താവ് പെരുമാറുന്ന അതേ രൂപത്തിൽ ഭർത്താവിനോട് തിരിച്ചു പെരുമാറുന്നത് എന്ന് എനിക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ല എന്നാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം മറുപടി പറയുന്നതാണ്. അപ്പൊ ഭാര്യയും ഭർത്താവും എന്ന് പറയുമ്പോൾ രണ്ടും എന്ത് ചെയ്യേണ്ടത്, കൊടുത്തും കൊണ്ടും പോകേണ്ട ഒന്നാണ്. അവിടെയാണ് ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ മറുഭാഗത്ത് അതിനേക്കാളും ശബ്ദം ഉണ്ടാക്കുന്ന ആളാണ് വിജയി എന്നാരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ തോൽവി എന്നുള്ളതാണ്. മറിച്ച് ഒരു ഭാഗത്ത് ശബ്ദം ഉണ്ടാകുമ്പോൾ മറുഭാഗത്ത് ശബ്ദം കുറക്കാൻ സാധിക്കണം, അവിടെയാണ് വിജയം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്ക് കാണിച്ചിരുന്നത്. അവസാനിപ്പിക്കാൻ
അവിടെയാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വേറൊരു ഭാര്യയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരാൻ. അങ്ങനെ ഭക്ഷണം കൊണ്ടുവന്നു. റസൂൽ ആ ഭക്ഷണം എടുത്തു വെച്ചു. ആയിഷ റളിയല്ലാഹു എന്ത് ചെയ്തു, ഒറ്റ തട്ടാൻ ആ ഭക്ഷണം താഴെ വീണു, പാത്രം ഉടഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാത്രം എന്ത് ചെയ്യാണ്, എടുക്കുകയാണ്. ആ പാത്രം ഓരോന്നും പെറുക്കി എടുക്കുകയാണ്. അവിടെ റസൂലായതുകൊണ്ട് പാത്രം മാത്രമേ പൊട്ടിയിട്ടുള്ളൂ. നമ്മളാണെങ്കിൽ പാത്രം മാത്രമല്ല എന്ത് ചെയ്യാ പൊട്ടുക, വേറെ പലതും എന്ത് ചെയ്യും പൊട്ടുന്ന അവസ്ഥ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ അവിടെ റസൂൽ വളരെ ശാന്തരാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാണ് റസൂൽ? ആരാ? അള്ളാഹുവിന്റെ വഹി ഇറങ്ങുന്ന പ്രവാചകനാണ്. ആ പ്രവാചകൻ ഭാര്യയുടെ മുമ്പിൽ വളരെ താഴ്മയോടുകൂടി നിൽക്കുകയാണ്. അപ്പൊ അതിൽ എന്തുണ്ട്, ഒരു കെമിസ്ട്രി ഉണ്ട്. അത് നമ്മൾ എങ്ങനെയാണോ പെരുമാറേണ്ടത് ആ രൂപത്തിൽ തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്, പെരുമാറേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിൽ വലിയ ഗുണപാടുണ്ട്. ആ ഒരു ഹദീസ് തന്നെ നമുക്ക് ഒരുപാട് വിശദീകരിക്കാനുള്ള ഒരു ഹദീസാണ്. അതുകൊണ്ട് അത്തരം ഏറ്റവും നല്ല സ്വഭാവ ഗുണങ്ങൾ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നൊക്കെ എടുക്കേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിൽ അധിഷ്ഠിതമായ ഏറ്റവും നല്ല ജീവിതം ജീവിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.